അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ DGPയുമായി സംസാരിച്ചു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ തന്നെ പോലീസിൽ നർക്കോട്ടിക് DYSP ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരുണ്ട്. ഞങ്ങൾ ആ സിസ്റ്റത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള വാഹനങ്ങൾ, ആവശ്യാനുസരണമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നർക്കോട്ടിക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാനോടൊപ്പം നിർത്താൻ അവരെ നിയമിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് മാത്രം ഈ ലഹരി വ്യാപനം പൂർണ്ണമായി നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാകണം, MLAമാരും MP മാരുടെ ഞാൻ എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ 140 MLAമാരും രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിയോടെ ലഹരി ശൃംഖല തകർത്തിട്ട് മാത്രമേ കേരള പോലീസ് പിൻവാങ്ങുകയുള്ളൂ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിന്റെ വ്യാപാരികളെ നമ്മൾ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ അമ്മമാർ തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കരയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലഹരിക്കടിമയായ ഭർത്താവിന്റെ പീഡനം ഈ കേരളത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയരഹിതമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ നടക്കാനുള്ള അവരുടെ അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തലയിലൊരു സ്വർണ്ണക്കുടവുമായി ഏതൊരു അമ്മയ്ക്കും ഏതൊരു സഹോദരിക്കും നിർഭയമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. വ്യാപാരികൾക്ക് മാന്യമായ ഭയരഹിതമായി വ്യവസായവും വ്യാപാരവും നടത്താനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വികസനം വരണം, വ്യവസായങ്ങൾ വളരണം, ടൂറിസം അഭിവൃദ്ധി പ്രാപിക്കണം. ഇതിനൊക്കെ ആവശ്യം ലഹരിയുടെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. പെരുമ്പാവൂരിൽ പോലീസിന്റെ ശ്രദ്ധയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന് MLAയും മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞു. ഇവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കാൻ എന്ന കാര്യം DGP ഇവിടെ പറയും. വ്യാപാരം നടത്തുന്നവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്നോർക്കണം. നിങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ മരണത്തിന് ശേഷമായിരിക്കില്ല, ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ലഹരി വിപണനത്തിന്റെ ശൃംഖല മുഴുവൻ കേരള പോലീസിന്റെ കയ്യിൽ അതിന്റെ മുഴുവൻ റെക്കോർഡുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റലിജൻസ് വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പെരുമ്പാവൂരിൽ നിന്നാണ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. അതും ASP താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലത്തെ ഒരു ഫ്ളാറ്റ് എടുത്ത്, അതിനേക്കാൾ വലിയ സുരക്ഷിത സ്ഥലം കണ്ടെത്താനില്ലല്ലോ. അതിന്റെ മുകളിലാണ് താമസിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ആഗ്രഹിച്ചത്. കാസർഗോഡ് മിഠായികൾ ക്ലീൻ കമ്പനി എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചൊരു കമ്പനി പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ക്ലീൻ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മയക്കുമരുന്ന് മിഠായികൾ ഉണ്ടാക്കുകയാണ്. പോലീസ് പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് മിഠായികളാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവിടെ നിർമ്മിച്ചത്. അത് മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു, അവരെ ജയിലിനകത്താക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ എവിടെ നിൽക്കുന്നു. ഒരു രണ്ടാനച്ഛൻ താമരശ്ശേരിയിൽ ഒരു കുട്ടി കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലുണ്ടല്ലോ, വാട്ടർ ബോട്ടിലകത്ത് ലഹരി ഒഴിച്ചു കൊടുക്കുകയാണ്, മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കുട്ടി അത് കുടിച്ച് ഛർദ്ദിച്ച് ആശുപത്രിയിലെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന, വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഊരിപ്പോകുന്നു എന്നത്
ബഹുമാനായ MLA ഇവിടെ പറഞ്ഞു, അത് NDPS ആക്ടിൻ്റെ ഒരു പോരായ്മയാണ്. ഞാൻ ബെന്നി ബെഹനാനോട് പറയാം, അദ്ദേഹം പാർലമെൻറ്റ് 20 തീയതി തുടങ്ങും. NDPS ആക്ട് കേന്ദ്ര ആക്ടാണ്. അതിനകത്ത് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഈ ആളുകൾ, കാരണം ഇതെല്ലാം ചെറിയ ചെറിയ പൊതിയാക്കിയാൽ അവർക്ക് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടും. അതൊരു അപാകതയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിക്കാവുന്ന ശ്രീ ബെന്നി ബെഹനാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഗുണ്ടകളല്ല സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചിലർക്ക് ധാരണയുണ്ട് ഗുണ്ടകളാണ് ഭരിക്കുന്നത്. ഒരിക്കലുമല്ല. ഗുണ്ടകളെ, സാമൂഹ്യ വിരുദ്ധന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ജനവോട്ടും പ്രതീക്ഷയും നൽകിയ സർക്കാർ മാഫിയയ്ക്കല്ല ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായം കൂടുതൽ ഉണരണം. ലഹരിയുടെ മണം വ്യാപാരത്തെ ഒരിക്കലും തളർത്താൻ പാടില്ല. ആ ലഹരിയാണ് ഞങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ വെച്ച് തുഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പെരുമ്പാവൂരിൻ്റെ സവിശേഷമായ സാഹചര്യം, അതിനനുസരിച്ച് കൂടുതൽ ശക്തി, പോലീസിന് ശക്തി ഉണ്ടാകും, കൂടുതൽ ആളുകൾ പോലീസുകാരുണ്ടാകും ഈ വേദിയിൽ. അതുകൊണ്ടാണ് DGP അടക്കം, DIG അടക്കം, SP അടക്കം മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ലഹരി കടത്തുന്ന ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇത് വരുന്ന എവിടുന്നാണ്? ആകാശത്തു കൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, കരയിലൂടെ വരുന്നു. പുതിയ പുതിയ മാർഗങ്ങളാണ്.